നമസ്തേ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 1876 ഹെൻറി മാർട്ടിൻ റോബർട്ട് എന്നൊരു അമേരിക്കൻ സോൾജിയർ, അദ്ദേഹം ഒരു എഞ്ചിനീയർ ആയിരുന്നു, അദ്ദേഹം ഒരു ഓഥറായിരുന്നു, നല്ലൊരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ഒരു ഹാൻഡ് ബുക്ക് എഴുതുകയുണ്ടായി. അതിൻ്റെ മെയിനായ ഉദ്ദേശ ലക്ഷ്യം ടു സെറ്റ് ഔട്ട് എ പാർലമെൻ്ററി പ്രൊസീജിയർ ഓർ റൂൾസ്. അത് കമ്പനികൾക്കും ഓർഗനൈസേഷനുകൾക്കും അവരുടെ മീറ്റിംഗ് ഒരു സ്റ്റാൻഡർഡൈസ് എങ്ങനെ ആയിരിക്കണം മീറ്റിംഗ് അപ്രോച്ച് എന്നതിനെക്കുറിച്ചുള്ളതായിരുന്നു ആ ഹാൻഡ് ബുക്ക്. ഇത്രയും പഴക്കമുള്ളതാണെങ്കിലും അത് ഇന്നും വളരെ റെലവൻ്റ് ആയിട്ടുള്ളതാണ്. സംഘടനകളിൽ, കൂട്ടായ്മകളിൽ റോബർട്ട്സ് റൂൾസിലെ മീറ്റിംഗ് ഫ്രെയിംവർക്ക് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈക്വലായിട്ടുള്ള വോയിസ് ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നും ഏത് രാജ്യങ്ങളിൽ പോയാലും മീറ്റിംഗ് അപ്രോച്ച് ചെയ്യുന്നത് ഇത്രയും കാലപ്പഴക്കം ചെന്നതായിരുന്നിട്ട് കൂടി ഇന്നും റോബർട്ട് റൂളാണ് അനുവർത്തിച്ചു വരുന്നത്. ഒരു മീറ്റിംഗ് ഇഫക്റ്റീവായി എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെല്ലാം കണ്ട പല സുഹൃത്തുക്കളും അജണ്ട എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൂടി ഒരു വീഡിയോ ചെയ്യാൻ പലരും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന് പ്രകാരമാണ് ഇന്ന് മീറ്റിംഗ് അജണ്ട എന്ന ഒരു പോയിന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് കബീർ ദാസ്. തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലാണ് സ്വദേശം. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും നിങ്ങൾക്ക് തുടർച്ചയായി കിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. മീറ്റിംഗ് അജണ്ട. മലയാളത്തിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് കാര്യപരിപാടി, അല്ലെങ്കിൽ വിഷയ അവതാര പത്രിക, അല്ലെങ്കിൽ കൃത്യവിവരണം എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മീറ്റിംഗ് അജണ്ട. എ വെൽ ഓർഗനൈസ്ഡ് അജണ്ട ഈസ് ദി ഫൗണ്ടേഷൻ ഫോർ എ പ്രൊഡക്റ്റീവ് മീറ്റിംഗ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ന് പല മീറ്റിങ്ങുകളിലും ആൾക്കാർ പങ്കെടുക്കാറില്ല. വന്നാൽ തന്നെ ആൾക്കാർ പറയും എന്തോ മീറ്റിംഗ്, ഭയങ്കര ബോറിംഗ് ആണ് മീറ്റിംഗ്. അതുപോലെ തന്നെ ചില കമ്പനികളിലൊക്കെ ആൾക്കാർ പറയാറുണ്ട് എപ്പോൾ നോക്കിയാലും മീറ്റിംഗ്, കാര്യം ഒട്ടും നടക്കുന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃത്യമായ ഒരു അജണ്ട മീറ്റിങ്ങുകൾക്ക് ഇല്ലാത്തതാണ് ഇത്തരം മീറ്റിങ്ങുകൾ ബോറാകാനും മീറ്റിങ്ങുകൾ ആൾക്കാർ വരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ മെയിനായ കാരണം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അജണ്ട, എന്താണ് അജണ്ട എന്നും, വൈ എന്തിനാണ് അജണ്ട ഉണ്ടാക്കുന്നത് എന്നും, ഹൗ എങ്ങനെ നമുക്ക് ഈ അജണ്ട ഉണ്ടാക്കാം, ഈ 3 പോയിന്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായി നോക്കാം വാട്ട്, എന്താണ് മീറ്റിംഗ് അജണ്ട എന്ന് വെച്ചാൽ. എ മീറ്റിംഗ് അജണ്ട ഈസ് എ ഡോക്യുമെന്റ് ദാറ്റ് ഔട്ട്ലൈൻ ടോപ്പിക്സ് ടു ബി ഡിസ്കസ്ഡ് ഡ്യൂറിംഗ് ദി മീറ്റിംഗ്. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ടൈം അലോട്ടഡ് ഫോർ ഈച്ച് ടോപ്പിക് ആൻഡ് സബ്ജക്റ്റ് ആൻഡ് ദി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ഡിസ്കസിങ് ഇറ്റ്. അതായത് മീറ്റിംഗ് അജണ്ട എന്ന് വെച്ചാൽ ഒരു എഴുതി ഉണ്ടാക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. അതിനകത്ത് കൃത്യമായ ടോപ്പിക്കുകളും അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന സമയങ്ങളും അതിൽ സംസാരിക്കേണ്ട വ്യക്തികളെക്കുറിച്ചും കൃത്യമായി മെൻഷൻ ചെയ്ത എഴുതി ഉണ്ടാക്കപ്പെട്ട ഒരു ഡോക്യുമെൻറ്റിനെയാണ് അജണ്ട എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും അജണ്ട എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ ഒന്നുമല്ല. അജണ്ട എന്ന് വെച്ചാൽ എഴുതി ഉണ്ടാക്കപ്പെട്ട ഒരു ഡോക്യുമെൻ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അജണ്ട എന്താണ് എന്ന് മനസ്സിലായി. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് വൈ, എന്തിനാണ് ഈ അജണ്ട, അതിനെക്കുറിച്ച് നമ്മുടെ ഒരു 5 പോയിന്റ്. ഒന്ന്, ടു നോ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി മീറ്റിംഗ്. ഞാൻ പണ്ടും മീറ്റിങ്ങുകളെ കുറിച്ചും ഈ മറ്റു ഇത്തരം ട്രെയിനിങ്ങുകളിൽ ഞാൻ പറയാറുണ്ട്, ഒരു കാരണവശാലും കൃത്യമായ ഒരു പർപ്പസ് ഇല്ലാതെ നമ്മളൊരു മീറ്റിംഗ് വിളിക്കാൻ പാടില്ല. ഒരു മീറ്റിംഗ് വിളിക്കണമെങ്കിൽ കൃത്യമായ ഒരു ഒബ്ജക്റ്റീവ്, ഒരു ആവശ്യം, ഒരു പർപ്പസ് ആ മീറ്റിംഗ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പർപ്പസ് എല്ലാവർക്കും അറിയണമെങ്കിൽ അജണ്ട ഉണ്ടാവും. ഒന്നാമത്തെ പോയിന്റാണ് ടു നോ ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി മീറ്റിംഗ്. പോയിന്റ് നമ്പർ 2, അലോ അതർ സ്പീക്കേഴ്സ് ടു ബി പ്രിപ്പയർ. അതിനകത്ത് നമ്മൾ 5 പേരാണെന്ന് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് എല്ലാവർക്കും അജണ്ട ഉണ്ടെങ്കിൽ, അവരുടെ സമയവും അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ അജണ്ടയുടെ രണ്ടാമത്തെ പോയിന്റ് അതാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇൻഷുർ ദി ഇമ്പോർട്ടൻസ് ടോപ്പിക് ടു ബി കവേർഡ്. നമ്മൾ എന്തെല്ലാം സബ്ജക്റ്റുകളാണ്, എന്തെല്ലാം പോയിന്റുകളാണ് അന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ കവർ ചെയ്യാൻ പോണത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവുണ്ടാവണമെങ്കിൽ നമുക്ക് മീറ്റിങ്ങിൻ്റെ അജണ്ടയുടെ ആവശ്യമുണ്ട്.
4ാമത്തെ പോയിന്റ്, ടു റെഡ്യൂസ് വേസ്റ്റേജ് ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ്. നമ്മളൊരു മീറ്റിങ്ങിന് കൃത്യമായ അജണ്ട ഇല്ലാതെ എല്ലാവരെയും വിളിച്ചിരുത്തിയാൽ അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടും, അത്രയും റിസോഴ്സസ് നമുക്ക് നഷ്ടപ്പെടും. അതൊന്നും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരിക്കണം. ഇനി 5ാമത്തെയും അവസാനത്തെയും അതിൻ്റെ പോയിന്റ്, ടു പ്രൊവൈഡ് ദി ക്ലിയർ സെറ്റ് ഓഫ് ടോപ്പിക്സ്, കീപ് യുവർ മീറ്റിംഗ് ഓൺ എ ട്രാക്ക്. നമ്മൾ കൃത്യമായ പോയിന്റുകൾ എന്തൊക്കെയാണോ ഡിസ്കസ് ചെയ്യുന്നത് അത് കൃത്യമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അജണ്ടയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കൃത്യമായി അതിനെ ലൈനപ്പ് ചെയ്ത് നമുക്കത് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ കഴിയും. അതെല്ലാം കൊണ്ട് ഡിസ്കസ് കൃത്യമായ എല്ലാ പോയിന്റുകളും അതിൽ കവർ ചെയ്തിട്ടുണ്ടോ എന്നെങ്കിൽ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ അജണ്ട ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനിയാണ് ഈ ഒരു മീറ്റിംഗ് അജണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെ, എങ്ങനെയായിരിക്കണം ഒരു മീറ്റിംഗ് അജണ്ട. ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു മീറ്റിംഗ് അജണ്ട ഒരു ക്ലബിൻ്റെ മീറ്റിങ്ങിൻ്റെയോ ഒരു സംഘടനയുടെ മീറ്റിങ്ങിൻ്റെയോ ഒരു കമ്പനിയുടെ മീറ്റിങ്ങിൻ്റെയോ അല്ല, എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ അവരവരുടേതായ രീതിയിൽ ഈ ഫോർമാറ്റിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യപ്പെടാം. നമുക്കത് കൃത്യമായി എഴുതി ഉണ്ടാക്കാൻ പറ്റും. ഇത് കമ്പനിയുടെ മീറ്റിങ്ങിലായാലും ഒരു ഓർഗനൈസേഷൻ്റെ മീറ്റിങ്ങിലായാലും ഏതെങ്കിലും ക്ലബ്ബുകളുടെ മീറ്റിങ്ങിലായാലും എന്തിന് കുടുംബശ്രീ, അയൽക്കൂട്ടം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഘടനകളുടെ മീറ്റിങ്ങുകളുടെ അജണ്ട പോലും നമുക്ക് ഇതേ ഫോർമാറ്റ് അനുസരിച്ചാണ് കൃത്യമായി എഴുതേണ്ടത്. ഞാൻ പറയാം, പല പ്രസ്ഥാനങ്ങളിലും അവർക്ക് അജണ്ടയ്ക്ക് പ്രത്യേകമായ ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് വയ്ക്കാറുണ്ട്. എന്നാൽ ചില പ്രസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല, കൃത്യമായ അജണ്ട ഉണ്ടാക്കി അത് ഫയൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നവർക്കും ഈ പ്രൊസീജിയർ നമ്മൾ കൃത്യമായും പാലിച്ചിരിക്കണം. ഒന്ന്, ആദ്യമായി അതിൻ്റെ ടോപ്പിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേരെഴുതണം. ഇൻ കേസ് നമ്മളത് ഫയൽ ചെയ്താണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ ടോപ്പിലായിട്ട് കൃത്യമായി ഉണ്ടാവണം നമ്മൾ ഇന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്ന ക്ലബ്ബ് അല്ലെങ്കിൽ ഇന്ന കമ്പനി, ആ കമ്പനിയുടെ പേരുണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ എഴുതും മീറ്റിംഗ് അജണ്ട. അതാണ് അതിൻ്റെ ഹെഡിങ്. പിന്നെ എല്ലാ കമ്പനികളുടെ മീറ്റിങ്ങുകളിൽ മീറ്റിംഗ് നമ്പരൊന്നും വേണമെന്നില്ല. എന്നാൽ അങ്ങനെയല്ല, കുടുംബശ്രീ, അയൽക്കൂട്ടം അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഘടനകളിൽ അവരുടെ മീറ്റിംഗ് ഇത് എത്രാമത്തെ മീറ്റിംഗ് ആണെന്നുള്ള മീറ്റിംഗ് നമ്പറുണ്ട്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ മീറ്റിംഗ് നമ്പർ എന്ന് എഴുതിയിട്ട് കൃത്യമായ മീറ്റിംഗ് നമ്പർ നമ്മളവിടെ മെൻഷൻ ചെയ്യണം. അത് മറ്റു കമ്പനികളുടെയോ മറ്റു വലിയ പ്രസ്ഥാനങ്ങളുടെയോ ഒക്കെ മീറ്റിങ്ങിൽ അങ്ങനെ നമ്പർ ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ആവശ്യമില്ല. ഇനി അടുത്തതായി വരേണ്ടത് മീറ്റിംഗ് നെയിം. ഞാൻ എപ്പോഴും പറയും, ഒരു മീറ്റിങ്ങിന് കൃത്യമായ ഒരു പേരുണ്ടാവും. എന്ത് മീറ്റിംഗ് ആണ്? ജനറൽ ബോഡി മീറ്റിംഗ് ആണോ? അതേ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ആയിരുന്നോ? അതായത് അക്കൗണ്ട്സ് മീറ്റിംഗ് ആണോ? മാർക്കറ്റിംഗ് കമ്പനികളിൽ മാർക്കറ്റിങ്ങിൻ്റെ മീറ്റിംഗ് ആണോ? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീറ്റിംഗ് ആണോ? എന്താണോ മീറ്റിംഗ്, ആ മീറ്റിങ്ങിൻ്റെ പേര് തൊട്ട് താഴെ എഴുതും. രണ്ടാമത് മീറ്റിംഗ് ഒബ്ജക്റ്റീവ്. ഇത് കൃത്യമായി ലൈൻ വരച്ചെഴുതേണ്ടതാണ്. രണ്ടാമത്തെ ലൈനിൽ കൃത്യമായി എഴുതണം മീറ്റിംഗ് ഒബ്ജക്റ്റീവ്. എന്ത് പർപ്പസിനാണ് നമ്മൾ ആ മീറ്റിംഗ് കൂടുന്നത് അത് കൃത്യമായി അവിടെ മെൻഷൻ ചെയ്യണം. ഇന്ന ഒബ്ജക്റ്റീവുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കമ്പനിയുടെ മീറ്റിംഗ് ആണ്, ഫിനാൻഷ്യൽ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഫിനാൻസിൻ്റെ മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മീറ്റിംഗ് ആണ്. അന്ന് ആ മീറ്റിങ്ങിന് എന്തെങ്കിലുമൊക്കെ ഒബ്ജക്റ്റീവ് ഉണ്ടാവും. നമ്മുടെ മാർക്കറ്റിംഗ് വർദ്ധിപ്പിക്കണം, ഈ വർഷത്തെ ടാർഗറ്റ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അക്കൗണ്ട്സുകാരുടെ ആണെങ്കിൽ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. അപ്പോൾ ബഡ്ജറ്റ് മീറ്റിംഗ്. അപ്പോൾ പർപ്പസ് അതാണ് അവിടെ വരുന്നത്. മീറ്റിംഗ് ഒബ്ജക്റ്റീവിൻ്റെ കോളത്തിൽ കൃത്യമായും എന്ത് പർപ്പസിന് വേണ്ടിയാണോ നമ്മൾ മീറ്റിംഗ് വിളിച്ചത് അത് കൃത്യമായും മീറ്റിംഗ് ഒബ്ജക്റ്റീവിലുണ്ടാവണം. മൂന്നാമത്തെ ലൈനിലാണ് കോൾഡ് ബൈ. ആരാണ് ആ മീറ്റിംഗ് വിളിച്ചത്? ഇപ്പോൾ കമ്പനിയുടെ CEO ആണ് വിളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജറാണ് വിളിച്ചിരിക്കുന്നത്. അതല്ല, നമ്മുടെ ഒരു സംഘടനയിലേക്ക് വരികയാണെങ്കിൽ ആ സംഘടനയിൽ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബശ്രീയുടെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ CDS ചെയർപേഴ്സൺ പറയും, നിങ്ങൾ അവിടുത്തെ ഒരു മീറ്റിംഗ് ഒന്ന് വിളിക്കും, ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്കവിടെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ കാൾഡ് ബൈ, ആരാണ് ഈ മീറ്റിംഗ് വിളിച്ചത്? ഞാൻ കമ്പനിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ആരാണോ മീറ്റിംഗ് വിളിച്ചത് കൃത്യമായി അതവിടെ മെൻഷൻ ചെയ്യണം. എന്നാലേ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അജണ്ട ഫയൽ ചെയ്ത് വെച്ചാൽ 1 വർഷം കഴിഞ്ഞിട്ടോ 2 വർഷം കഴിഞ്ഞിട്ടോ നമ്മൾ ബാക്ക് ഫയൽ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇത്രാം തീയതിയിലൊന്നൊരു മീറ്റിംഗ് നടന്നിരുന്നു, അത് ആരാ വിളിച്ചേ, എന്ത് പർപ്പസിന് വേണ്ടിയാണ് വിളിച്ചത്, എന്നാണ് വിളിച്ചതെന്നൊക്കെ അറിയണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായി ലൈൻ ഇട്ടി കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. നാലാമതായി വരുന്നത് ലൊക്കേഷൻ. ആ മീറ്റിംഗ് എവിടെ വെച്ചാണ് നടക്കുന്നത്? അത് ഈ കമ്പനിയുടെ മീറ്റിംഗ് ആയാലും ഓർഗനൈസേഷനുകളുടെ മീറ്റിംഗ് ആയാലും ചെറിയ ചെറിയ അയൽക്കൂട്ടത്തിൻ്റെ മീറ്റിംഗ് ആയാൽ കൂടി അത് ഏത് ലൊക്കേഷനിലാണ് മീറ്റിംഗ് നടന്നതെന്ന് വേണം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡേ ആൻഡ് ടൈം. സാധാരണ എല്ലാത്തിലും ഉണ്ടാകുന്നതാണ്. എന്നാണ് വിളിച്ചത്, ആ തീയതി എന്നായിരുന്നു, ദിവസം എന്നായിരുന്നു, എത്ര മണിക്കാണ് ആ മീറ്റിംഗ് തുടങ്ങുന്നത്, ഡേ ആൻഡ് ടൈം. ഇനി അതിൻ്റെ തൊട്ട് താഴെ മീറ്റിംഗ് ഹോസ്റ്റഡ് ബൈ. അത് ചിലപ്പോൾ കമ്പനികളുടെ മീറ്റിംഗ് ഉണ്ടാവണമെന്നില്ല,
എന്നാൽ ഈ കുടുംബശ്രീയുടെയോ അയൽക്കൂട്ടങ്ങളുടെയോ ചെറിയ ക്ലബ്ബുകളുടെയോ ഒക്കെ മീറ്റിംഗ് ആണെങ്കിൽ കൃത്യമായും അതിനൊരു ഹോസ്റ്റ് ഉണ്ടാവും. ആരാണ് മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തതെന്നുണ്ടാവും. അപ്പോൾ അത് കൃത്യമായി ലൈനിട്ടത്. ഇതെല്ലാം ആണ് നമ്മളെ ഹെഡിങ്ങിൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് അതിനകത്ത് റെലവൻ്റ് അല്ലാത്ത 1-2 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എന്നിരുന്നാലും മീറ്റിങ്ങിൻ്റെ പേര്, മീറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്, കോൾഡ് ബൈ, ഡേറ്റ്, ഡേ ആൻഡ് ടൈം, ഇത് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. മീറ്റിംഗ് നമ്പർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പോസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് കൃത്യമായി ഉള്ളതാണെങ്കിൽ അത് ഇവിടെയാണ് വരേണ്ടത് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി താഴേക്ക് വരുമ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു മീറ്റിങ്ങിൽ കൃത്യമായ ആരാണ് സംസാരിക്കേണ്ടത്, സ്പീക്കർ ആരാണ്, അവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്താണ്, എന്ത് സബ്ജക്റ്റാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേണം. അപ്പോൾ അതിന് ലെഫ്റ്റ് സൈഡിൽ വരെയിട്ട് ടൈം, മീറ്റിംഗ് തുടങ്ങുന്ന സമയം, അതിനുശേഷം ആക്ടിവിറ്റി, അതിനുശേഷം ആരാണോ സ്പീക്കർ, അതുപോലെ 3 ലൈൻ വരച്ചിട്ട് ഞാൻ ഇവിടെ കാണിച്ചേക്കാം. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇടതുവശത്ത് സമയം എഴുതി. ഫസ്റ്റ് ക്ലബ്ബുകളിലൊക്കെ ആണെങ്കിൽ ഡിഗ്നിറ്ററീസ് ടു ദി ഡയസിലേക്ക് അവരെ വിളിച്ചിരുത്തുന്നത്, അതിന് നമ്മൾ മാസ്റ്റർ ഓഫ് സെറമണി MC എന്നൊക്കെ ഷോർട്ട് ഫോമിൽ പറയുന്ന ഒരാളിനെ ചുമതലപ്പെടുത്തും. അദ്ദേഹം വന്നിട്ട് മൈക്ക് ഞാൻ എടുത്തിട്ട് പറയും, ഐ റിക്വസ്റ്റ് പ്രസിഡന്റ് ടു ഒക്കുപ്പൈ ദ സീറ്റ് ഓൺ ദ ഡയസ് എന്നൊക്കെ പറയും. സാധാരണ പ്രസിഡന്റിനെ സീറ്റിലേക്ക് വിളിച്ചിരുത്തുന്ന ഒരു ഫംഗ്ഷനുണ്ട്, അതിന് MC ആണ് പറയുന്നത്. അത് ക്ലബ്ബുകളുടെ മീറ്റിങ്ങിലാണ്, അത് വലിയ പൊതുവേദികളിലൊക്കെയാണ്. ഒരു കമ്പനിയുടെ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ അതുണ്ടാവത്തില്ല. അപ്പോൾ അതിനടുത്തത് മീറ്റിംഗ് കോൾ ടു ഓർഡർ. മീറ്റിംഗ് കോൾ ടു ഓർഡർ എന്ന് ഉദ്ദേശിച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അപ്പോൾ മീറ്റിംഗ് തുടങ്ങുകയാണ്. പ്രസിഡന്റ് വന്ന് ചെയറിലിരുന്നു. ആരാണോ പ്രിസൈഡിങ് ഓഫീസർ, അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മീറ്റിങ്ങിലേക്ക് കിടക്കാം. അതിനാണ് മീറ്റിംഗ് കോൾ ടു ഓർഡർ എന്ന് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്, റോൾ കാൾ. ഇത് മസ്റ്റാണ്. മൂന്നാമത് വരുന്നതാണ് റോൾ കാൾ. റോൾ കാൾ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് വന്നിട്ട് സെക്രട്ടറിയോട് ചോദിക്കും, ഇന്നത്തെ മീറ്റിങ്ങിന് എത്ര പേര് പങ്കെടുത്തിട്ടുണ്ട്. റോൾ കാൾ എന്ന് പറഞ്ഞാൽ എത്ര പേര്, നമ്മൾ 20 പേരെയാണ് മീറ്റിങ്ങിന് പ്രതീക്ഷിച്ചത്, 5 വരെ വന്നിട്ടുള്ളൂ. പല സംഘടനകളും സംഭവിക്കാറുണ്ട്. ഇതിന് ഒരു ക്വാറം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു പ്രോഗ്രാമുണ്ട്. ഒരു 20 പേരുടെ മീറ്റിങ്ങിൽ 10 പേരിൽ കൂടുതലെങ്കിലും വേണം. അത് ഓരോരോ മീറ്റിങ്ങുകൾക്കും ഓരോ സംഘടനകൾക്കും ഓരോ യൂണിറ്റുകൾക്കും അതിൻ്റേതായ നിയമാവലികളുണ്ട്. അതനുസരിച്ചാണ് ക്വാറം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ റോൾ കാൾ എന്ന് പറയുന്നത് അവിടെയാണ് വരുന്നത്. അപ്പോൾ റോൾ കാളിൽ ആളില്ല എങ്കിൽ, അത് ഞാൻ ഇവിടെ ഒന്ന് ഉദാഹരണത്തിന് പറഞ്ഞുതരാം. ഒരു മീറ്റിംഗ് തുടങ്ങാനൊന്ന് 7 മണി നമ്മൾ മീറ്റിംഗ് വെച്ചിരുന്നു. പ്രസിഡന്റും സെക്രട്ടറിയും എത്തിയിട്ടുണ്ട്. പക്ഷേ 20 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞിടത്ത് 8 പേരെ വന്നിട്ടുള്ളൂ. മീറ്റിംഗ് ആ സമയത്ത് തുടങ്ങണ്ടേ? പക്ഷേ പലരും ചെയ്യുന്നത് ഒത്തിരി കഴിഞ്ഞ് തുടങ്ങാം, 7:30 ആവട്ടെ, 7 മണിയാണ് പറഞ്ഞെങ്കിൽ 7:30 ആകുമ്പോൾ കുറച്ചുപേരൂടെയൊക്കെ വരും, എന്നിട്ട് മീറ്റിംഗ്. ഇതൊക്കെ നമ്മുടെ ശീലമാണ്. പക്ഷേ നിയമം പറയുന്നത് അങ്ങനെയല്ല. 7 മണിക്ക് മീറ്റിംഗ് തുടങ്ങണമെങ്കിൽ 7 മണിക്ക് തന്നെ മീറ്റിംഗ് കോൾ ടു ഓർഡർ ചെയ്യും. റോൾ കോളിൽ വരും. സെക്രട്ടറി പറയും, മീറ്റിംഗ് സെക്രട്ടറി അല്ലെങ്കിൽ അതിൻ്റെ ചുമതലപ്പെടുത്തിയ ആൾ അധ്യക്ഷനോട് പറയും, സർ കോറം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, 8 പേരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം വീണ്ടും പറയും, മീറ്റിംഗ് അഡ്ജോയിൻ ഫോർ ഫർദർ 30 മിനിറ്റ് അല്ലെ 20 മിനിറ്റ്, 20 മിനിറ്റത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു മീറ്റിംഗ്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് കൃത്യമായ മീറ്റിങ്ങുകൾ നടക്കുന്നിടത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ പറയാൻ കാരണം, നമ്മുടെ അജണ്ട എഴുതുമ്പോൾ കൃത്യമായും ആ പോയിന്റുകൾ ഞാൻ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമുക്കത് റെലവൻ്റ് അല്ലെങ്കിൽ ആ പോയിന്റ് നമുക്ക് ഒഴിവാക്കാം. പക്ഷേ റൂൾ അനുസരിച്ച് മീറ്റിംഗ് കോൾ ടു ഓർഡർ കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് റോൾ കോളാണ്. അത് കഴിഞ്ഞിട്ട് ഇൻവൊക്കേഷൻ, പ്രാർത്ഥന. അല്ലാതെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അധ്യക്ഷൻ പോലും വന്നിരിക്കുന്നതിന് മുമ്പ് പലരും പ്രാർത്ഥന നടത്തുന്നുണ്ട്. തെറ്റാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിയമപ്രകാരം പ്രസിഡന്റ് വന്നു കോറം എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ഇൻവൊക്കേഷൻ നടത്തുന്നത്. പ്രാർത്ഥന ചില എല്ലാ മീറ്റിങ്ങുകളിലും പ്രാർത്ഥന, ചിലർ എഴുന്നേറ്റ് സൈലൻറ്റ് പ്രയർ ആയിരിക്കും. ചില ആൾക്കാർ നന്നായിട്ട് പ്രാർത്ഥന ചെയ്യുന്നവരുണ്ട്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും സൈലൻറ്റ് പ്രയർ ഉണ്ടെങ്കിൽ, അതായത് ആരെങ്കിലും നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ഈ സംഘടനയിൽ നിന്ന് വിട്ടുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ നടന്നൊരു വലിയ ഇൻസിഡൻറ്റ് സംഭവിച്ചു, അവരുടെ എല്ലാം കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ കൂടെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന പല വ്യക്തികളിൽ നിന്ന് നമ്മുടെ ഇല്ല, അവരെ ഓർമ്മയ്ക്ക് മുന്നിൽ 1 മിനിറ്റ് മൗനം ആചരിക്കാം എന്നൊക്കെ പറയുന്ന രീതിയിൽ നല്ല മീറ്റിങ്ങുകളൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല ഉണ്ടെങ്കിൽ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അധ്യക്ഷൻ പറയും, നമുക്ക് 1 മിനിറ്റ് മൗനം ആചരിക്കാം. അതിനുശേഷം വരുന്നതാണ് വെൽക്കം അഡ്രസ്സ്. അതിനുശേഷമാണ് വെൽക്കം പറയുന്നത്. ഇത് ഞാൻ ഈ ഓർഡർ വെച്ച് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതനുസരിച്ചായിരിക്കണം ഒരു അജണ്ട എഴുതി ഉണ്ടാക്കേണ്ടത്. ആ അജണ്ട പ്രകാരമായിരിക്കണം മീറ്റിംഗ്. വെൽക്കം അഡ്രസ്സ് അതിനാരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ആൾ വന്ന് വെൽക്കം പറഞ്ഞ് ഓരോരുത്തരെയായി വെൽക്കം പറയും. വെൽക്കം അഡ്രസ്സ് എങ്ങനെയെന്നൊക്കെ ഇനി വീണ്ടും ചെറിയ പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും എങ്ങനെ ആയിരിക്കണം ഒരു വെൽക്കം അഡ്രസ്സ് എന്ന് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യും.
നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വെൽക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നതാണ് അധ്യക്ഷ പ്രസംഗം. അധ്യക്ഷനായിരിക്കുന്ന ആൾ മീറ്റിങ്ങിനെ കുറിച്ചും ആ അധ്യക്ഷ പ്രസംഗം എങ്ങനെയായിരിക്കും, അദ്ദേഹം അധ്യക്ഷ പ്രസംഗം നടത്തി. അതിനുശേഷമുണ്ട് മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ വരും, മിനിറ്റ്സ് വായിക്കണം. അതിനുശേഷം ഇതിന് തൊട്ട് മുമ്പ് നടന്ന അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ്, അതായത് കഴിഞ്ഞ മീറ്റിങ്ങിൽ നടന്ന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് വായിക്കുക എന്നുള്ള ചടങ്ങാണ്. മിനിറ്റ്സ് എന്തുകൊണ്ടാണ് വായിക്കുന്നത്? കഴിഞ്ഞ മീറ്റിങ്ങിൽ പ്രസൻ്റ് അല്ലായിരുന്ന പലർക്കും കഴിഞ്ഞ മീറ്റിങ്ങിൽ എന്തെല്ലാം തീരുമാനങ്ങൾ എടുത്തു എന്ന് മനസ്സിലാക്കുന്നത് ഈ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് വായിക്കുമ്പോഴാണ്. ആ മീറ്റിങ്ങിലെ മിനിറ്റ്സ് വായിച്ച് പ്രസിഡന്റ് ഒപ്പിടുമ്പോഴാണ് ആ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിന് വാല്യൂ ആകുന്നത്. അത് ഞാൻ മിനിറ്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിനകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന് ശേഷമാണ് റിപ്പോർട്ട്സ്. പലയിടത്തും അക്കൗണ്ട്സിൻ്റെ റിപ്പോർട്ടുകൾ വായിക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില സംഘടനകളിലൊക്കെ സബ് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ റിപ്പോർട്ടുകൾ വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു കമ്പനിയുടെ മീറ്റിംഗ് ആണെങ്കിൽ കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മളെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് പറയും. അതിനുശേഷം പറയും ഞാൻ ആ മാർക്കറ്റിങ്ങിൻ്റെ റിപ്പോർട്ട്സ് കൊണ്ടുവരാൻ പറയും. മാർക്കറ്റിംഗ് അതിൻ്റെ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യും. അതിനുശേഷം സെയിൽസിൻ്റെ ആൾക്കാർ വന്ന് സെയിൽസിൻ്റെ റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യും. അക്കൗണ്ട്സുകാർ വന്ന് അക്കൗണ്ടിൻ്റെ പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രസൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ, ആരുടെയെങ്കിലും റിപ്പോർട്ട്സുകൾ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സബ് കമ്മിറ്റികളുടെ റിപ്പോർട്ട്, ക്ലബ്ബുകളാകുമ്പോൾ അതിന് സബ് കമ്മിറ്റികളായിരിക്കും, അവരുടെ എല്ലാം റിപ്പോർട്ട്സുകൾ വരുന്നത് അധ്യക്ഷ പ്രസംഗം കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സും വായിച്ചതിന് ശേഷമാണ് വരുന്നത്. ഞാൻ ഓർഡർ അനുസരിച്ച് പറഞ്ഞു വരുന്നു എന്നേ ഉള്ളൂ. ഇനിയാണ് സ്റ്റാൻഡേർഡ് ഓർഡർ ഓഫ് ബിസിനസ് എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പർപ്പസായി വിചാരിച്ചിരുന്നത്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ട 5 കാര്യങ്ങളുണ്ടായിരുന്നു. അത് സംഘടനകളിൽ, ക്ലബ്ബുകളിൽ, അയൽക്കൂട്ടങ്ങളിൽ, ഇതിലെല്ലാത്തിൽ തന്നെയും എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കേണ്ടിയിരുന്നത് അത് പോയിന്റ് വൈസ് പോയിൻ്റായിട്ട് 1, 2, 3, 4 എന്നിങ്ങനെ പോയിന്റ് ഇട്ട് എഴുതണം. അതിൽ എഴുതുന്ന ആരാണ്, ഒരാളിൻ്റെ പേരെഴുതി ആ ആളാണ് ഇന്ന അക്കൗണ്ടിനെ കുറിച്ച് ഇന്നയാൾ പ്രസൻറ്റ് ചെയ്യണം, കഴിഞ്ഞ വർഷത്തെ ലോണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഇന്നയാൾ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ആരാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നും ആ ആളിന് കൊടുത്തിരിക്കുന്ന സമയം, ഇടത് ഭാഗത്ത് സമയവും സബ്ജക്റ്റും, അതാണ് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓർഡർ ഓഫ് ബിസിനസ്. എന്തൊക്കെയാണ് ഇന്നത്തെ മീറ്റിങ്ങിലെ സ്റ്റാൻഡേർഡ് ഓർഡേഴ്സ്, അതെല്ലാം ഇനിയാണ് വരുന്നത്. ആ ഓർഡേഴ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നതാണ് അനൗൺസ്മെൻറ്റ്. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഒരു അയൽക്കൂട്ടത്തിൻ്റെയോ മറ്റോ മീറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് ആൾറെഡി റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളുടെ സംഘടനയിലുള്ള മെമ്പേഴ്സിനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറിയിക്കേണ്ട അവസരം ഇവിടെയാണ്, അല്ല മീറ്റിംഗ് തുടങ്ങുമ്പോഴല്ല. ചിലപ്പോൾ എന്ത് പറ്റും, ചിലപ്പോൾ മീറ്റിംഗ് ഒക്കെ തുടങ്ങുമ്പോഴേ ഇതൊക്കെ പറയും. അപ്പോൾ കുറച്ച് പേര് പിന്നെയാണ് വന്നത്, കുറച്ച് ലേറ്റ് കമേഴ്സ് ഉണ്ടായിരുന്നു, അവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടും ഇതിൻ്റെ കൃത്യമായ ഓർഡർ എന്ന് പറയുന്നത് അവസാനം സ്റ്റാൻഡേർഡ് മീറ്റിംഗ് ഓർഡർ ഓഫ് ബിസിനസ് കഴിഞ്ഞതിന് ശേഷം, ഇന്നത്തെ തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പറയണം. അത് പറഞ്ഞതിന് ശേഷമാണ് അധ്യക്ഷൻ വന്ന് മീറ്റിംഗ് അഡ്ജോയിൻ ചെയ്യുന്നത്. അതായത് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മീറ്റിംഗ് അഡ്ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വരുന്നതാണ് നാഷണൽ ആന്തം. ചില നല്ല സംഘടനകളിലെല്ലാം കൃത്യമായി മീറ്റിംഗ് അവസാനിക്കുന്നത്, ഒരു മീറ്റിംഗ് തുടങ്ങുന്നത് ഒരു പ്രയറോട് കൂടിയാണെങ്കിൽ മീറ്റിംഗ് അവസാനിക്കുന്നത് നാഷണൽ ആന്തത്തോടു കൂടിയാണ്. അതോടുകൂടി അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ട രീതിയും എങ്ങനെ അജണ്ട ഉണ്ടാക്കണമെന്നും അജണ്ട ഉണ്ടാക്കേണ്ട ആവശ്യകത എന്താണെന്നും എന്താണ് അജണ്ടയെന്നും ഞാൻ കൃത്യമായും നമ്പറിട്ട് 3 പോയിന്റുകളായി ഇവിടെ അവതരിപ്പിച്ചു. ഇതിൽ നിങ്ങൾ കാണുന്നവരാർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റുകളൊക്കെ ആഡ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൃത്യമായും കമൻറ്റിൽ വന്ന് നിങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കണം. കൃത്യമായും നിങ്ങളുടെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. ഇതുപോലെ നിങ്ങളുടെ നല്ല സജഷനുകൾ കമൻ്റായി രേഖപ്പെടുത്താനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്രയും ദിവസം ഇതുപോലെ നല്ല മീറ്റിങ്ങുകളിൽ അജണ്ടയെല്ലാം വ്യക്തമായി എഴുതി ശക്തമായ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്താൻ നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇതുവരെ ശ്രമിച്ചതിന് എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.